ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ പേര് റിമൈൻസ് ഓഫ് ദ ഡേ എന്നാണ്. ഇതൊരു ഇംഗ്ലീഷ് നോവലാണ്. ഇത് എഴുതിയ എഴുത്തുകാരൻ കസുവോ ഇഷിഗുറോ. ഈ നോവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകമഹായുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ഓരോ ഫീലിങ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവേ നമുക്ക് GK ലഭിച്ച അറിവായിരിക്കും ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ആ സമയത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ, ജൂതന്മാർക്കെതിരെയുള്ള ഓരോ ഹേറ്റ്രഡ്, അതിനെ പറ്റിയൊക്കെ. പക്ഷെ അതൊക്കെ എങ്ങനെയായിരിക്കും അന്നത്തെ ലൈഫ് സ്റ്റൈലിനെ ബാധിച്ചത് എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു നോവലാണിത്. നോവലിസ്റ്റ് കസുവോ ഇഷിഗുറോ ഒരു ജാപ്പനീസ് ബ്രിട്ടീഷ് റൈറ്ററാണ്. ജപ്പാനിലെ നാഗസാക്കിയിൽ 1954 ജനിച്ചു. പിന്നീട് ബ്രിട്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത റൈറ്ററാണ്. ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഇമോഷണൽ ഫോഴ്സ് ഉള്ള, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കഥകളായിരിക്കും ആൾ എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് അദ്ദേഹത്തിൻ്റെ നോവൽസ് വായിച്ചാൽ അത് നമ്മുടെ മൈൻഡിനെ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആക്കും. നമ്മുടെ ഉറക്കത്തിൽ പോലും നമ്മുടെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള കഥകളാണ് ആൾ രചിച്ചിട്ടുള്ളത്. കസുവോ ഇഷിഗുറോൻ്റെ മറ്റു വർക്ക്സ് ആണ് ആൻ ആർട്ടിസ്റ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് വേൾഡ്, ക്ലാര ആൻഡ് ദ സൺ, വെൻ വി വെർ ഓർഫൻസ്, നെവർ ലെറ്റ് മീ ഗോ. ഇതിൽ നെവർ ലെറ്റ് മീ ഗോ ഒക്കെ ഒരു സയൻസ് ഫിക്ഷനാണ്. നമ്മളെ മെൻ്റലി ഡൗൺ ആക്കുന്ന തരത്തിലുള്ള സ്റ്റോറീസ് ആണുള്ളത്. അതിൻ്റെ ഫിലിം അഡാപ്റ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ കസുവോ ഇഷിഗുറോൻ്റെ മറ്റൊരു പ്രത്യേകത, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ എന്നിവയിലാണ് മൂപ്പര് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ റിയലായിട്ട് ഹിസ്റ്ററിയിൽ നടന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് നോവൽസിലൂടെ കിട്ടും. അങ്ങനെയുള്ള നോവലാണ് ഈ നെവർ ലെറ്റ് മീ ഗോ എന്ന് പറയുന്ന ഈ നോവലും. സ്വീഡിഷ് അക്കാഡമി എന്ന് പറയുന്നവർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഹിസ് നോവൽസ് ഹാവ് ഗ്രേറ്റ് ഇമോഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയ്ക്കും നമ്മുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള നോവൽസ് ആണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, റിമൈൻസ് ഓഫ് ദ ഡേ, ഇറ്റ്സ് ആൻ ഇംഗ്ലീഷ് നോവൽ. ഇതൊരു ഹിസ്റ്റോറിക്കൽ നോവലാണ്. ഹിസ്റ്ററിയിലുള്ള എലമെന്റ്സ് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. 1989 ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫേബർ ആൻഡ് ഫേബർ എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഹൗസാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്കിൻ്റെ ഫിലിം അഡാപ്റ്റേഷൻ അവൈലബിൾ ആണ് 1993. ഇതിലെ ആക്ടേഴ്സ് ആന്റണി ഹോപ്കിൻസ് ആൻഡ് എമ്മ തോംസൺ ആണ്. ഈ ഒരു ഫിലിമിന് തന്നെ 8 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു നോവൽ എത്രത്തോളം പോപ്പുലർ ആണ്, എത്രത്തോളം നല്ല കണ്ടന്റ് ആണ് ഇതിലുള്ളതെന്ന്. നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് തീംസ് വരുന്നുണ്ട്. ഇമോഷണൽ അൺഅവൈലബിലിറ്റി, ഇമോഷണലി നമ്മൾ ഒരാളോട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അപ്പം മീൻസ് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ. പക്ഷേ ഇതിൽ മെയിൻ ക്യാരക്ടർ ഒരു ബട്ട്ലറാണ്. ആ ബട്ട്ലർ മറ്റുള്ളവരോട് തുറന്ന് പറയുന്നില്ല എന്താണ് മനസ്സിലുള്ളതെന്ന്. അയാൾക്ക് എപ്പോഴും മറ്റുള്ളവർ എൻ്റെ ഇതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ്. ഇപ്പോൾ അയാൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാൾ അത് തുറന്ന് പറയുന്നില്ല. അയാൾ എപ്പോഴും ജോബിൽ ഇൻവോൾവ്ഡ് ആണ്. ആ സ്നേഹിക്കുന്ന ഒരാൾ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പറയും. ജോബ് കഴിഞ്ഞ് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്നോട് സംസാരിക്കും, എന്നോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അയാൾ ജോബിൽ എപ്പോഴും ഇൻവോൾവ് ആണ്. അപ്പോൾ അവസാനം എമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ വേറൊരാളെ തേടി പോവുകയാണ്. അപ്പോൾ ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ജോബ് സ്ട്രെസ്സ്, എപ്പോഴും ജോബിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക, ജോബിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു തീമാണ് ഇതിൽ. ആൻറ്റി സെമിറ്റിസം എന്ന് വരുന്നുണ്ട്. ആൻറ്റി സെമിറ്റിസം മീൻസ് ജൂയിഷ് പീപ്പിളിനോടുള്ള ഒരു ഹേറ്റ്രഡ്. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ഹിറ്റ്ലർ തുടങ്ങി വെച്ചതാണത്, ജൂയിഷ് പീപ്പിളിനോടുള്ള ഒരു ഹേറ്റ്രഡ്. അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോബ് കൊടുക്കാതിരിക്കുക, ജോബ് ഉണ്ടെങ്കിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ തീമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹിസ്റ്ററി ഒരു തീമാണ്. ഈ നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന കൺട്രി സൈഡിലാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ സ്റ്റീവൻസ്. ഇത് ജെയിംസ് സ്റ്റീവൻസിൻ്റെ കഥയാണ്. ഇയാളൊരു ഇംഗ്ലീഷ് ബട്ട്ലറാണ്. ബട്ട്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത് ഒരു ഷെഫ്, ഒരു മെയിൻ ഷെഫ് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് കൺട്രി സൈഡിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിസ്റ്ററിയിലൊക്കെ ബട്ട്ലർ എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ കാര്യസ്ഥൻ എന്ന് പറയാം. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ വലിയ വലിയ ബംഗ്ലാവുകളിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവും. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നോട്ട് ഓൺലി കിച്ചൺ സൈഡിൽ മാത്രമല്ല, അവർക്കെല്ലാം സെറ്റ് ചെയ്യണം, എല്ലാം അറേഞ്ച് ചെയ്യണം. ഇയാളായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു ഹൗസ് കീപ്പർ എന്ന് പറയുന്നത്. ബട്ട്ലർ എന്ന് തന്നെയാണ് ഇതിൽ പറയുന്ന ടേം. ബട്ട്ലറിന്റെ
ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ അവിടേക്ക് ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് ആദ്യം എന്ത് കൊടുക്കണം, അത് കഴിഞ്ഞ് വേറെന്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഒരുപാട് പേര് ഗസ്റ്റുകളുണ്ട്, ഇന്റർനാഷണൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ബംഗ്ലാവാണ്, അവർക്ക് ആദ്യം എന്ത് കൊടുക്കണം? ഫുഡ് കഴിക്കുന്ന സമയമാണെങ്കിൽ ഫോർക്ക്, നൈഫ്, സ്പൂണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഒരാളുടെ മുന്നിലുള്ള പ്ലേറ്റിന് എത്ര അകലത്തിലായിരിക്കണം അടുത്ത ആളുടെ പ്ലേറ്റ് വെക്കേണ്ടത്, അവരുടെ സ്പൂണ്, ഫോർക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര അകലത്ത് വെക്കണം, അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഈ ബട്ട്ലേഴ്സിന് ഏത് റൂമിലും കയറി ചെല്ലാം, ഭയങ്കര സ്വാതന്ത്ര്യത്തിൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ബട്ട്ലർ. അപ്പം ഈ ഒരു ബട്ട്ലറിന്റെ കണ്ണിലൂടെ നമുക്ക് ആ ഒരു വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ 1956 ഈ ഒരു കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളിപ്പോൾ പ്രായമായിട്ടുള്ള ആളാണ് ഇപ്പോൾ ജെയിംസ് സ്റ്റീവൻസ്. ഈ ബംഗ്ലാവിൽ തുടക്കം മുതൽ, ജനനം മുതൽ ഈ ബംഗ്ലാവ് കാണുന്ന ആളാണ്. പിന്നെ അവിടെയാണ് ഇയാൾ ഇത്രയും കാലം വർക്ക് ചെയ്തിരിക്കുന്നത്. അയാളുടെ അച്ഛനും ഒരു ഗ്രേറ്റ് ബട്ട്ലർ ആയിരുന്നു. അപ്പോൾ അയാളുടെ കണ്ണിലൂടെ ആ ഒരു കാലഘട്ടം നമുക്ക് വീക്ഷിക്കാനും അയാളുടെ ഇമോഷൻസ് നമുക്ക് കിട്ടാനൊക്കെ കഴിയുന്ന ഒരു നോവലാണ്. ഇതിലുള്ള അതർ മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മിസ് കെൻഡൻ എന്ന് പറയുന്നത് ഈ സ്റ്റീവൻസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹൗസ് കീപ്പറാണ്. ഈ മിസ് കെൻഡൻ ആണ് സ്റ്റീവൻസിനെ സ്നേഹിക്കുന്ന ബിലവഡ് എന്ന് പറയുന്നത്. കെൻഡൻ ഒരുപാട് കാലം കാത്തിരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഇയാൾ റെസ്പോണ്ട് ചെയ്യും, എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഇയാളൊരു ഇഷ്ടം തുറന്നു പറയും എന്നൊക്കെ. പക്ഷെ അയാൾ എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അയാളുടെ പണി എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം, അയാളുടെ യജമാനനെ എത്രത്തോളം കെയർ ചെയ്ത് കൊണ്ട് നടക്കാം. ഒരിക്കൽ കെൻഡൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഗോൾ എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ആള് പറയുന്നത് എൻ്റെ മുതലാളി അല്ലെങ്കിൽ എൻ്റെ യജമാനൻ അയാളുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അന്ന് മിസ് കെൻഡൻ മനസ്സിലാക്കുന്നുണ്ട്, ഇയാളൊന്നും എന്നോട് ഇഷ്ടം പറയും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കും, എന്നെ പരിഗണിക്കും എന്ന് വിചാരിച്ച് ജീവിതം കാത്തിരുന്ന് തീർത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തേടി പോകുന്നതും ഈ ഒരു ബട്ട്ലറിന് പ്രായമായി വരുന്ന സമയത്തൊക്കെ ഇവന് മിസ് ചെയ്യാണ് മിസ് കെൻഡനെ. ഈ ഒരു കഥ തുടങ്ങുന്നത് ഇയാൾ ബംഗ്ലാവിൽ റിട്ടയർ ആയിട്ടുണ്ട്. പഴയ ബംഗ്ലാവ് വേറൊരു യജമാനന് വിറ്റിട്ടുണ്ട്. മിസ്റ്റർ ഫാരഡേ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സെനറ്ററിന് വിറ്റിട്ടുണ്ട്. ഇപ്പോൾ അവിടെ അയാളാണ് മാസ്റ്റർ. പണ്ടുള്ള മാസ്റ്റേഴ്സിനെ പോലെയല്ല ഈ സെർവൻസിനോടൊക്കെ ഒരു വെക്കേഷനൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്ത് വാ, എൻ്റെ കാർ എടുത്തോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഫ്രീ തിങ്കറാണ്. ഇയാൾ കാർ എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് കുറെ കാലമായി അയാൾ ബംഗ്ലാവിൽ തന്നെയാണ്, പുറത്തൊന്നുള്ള ഒന്നും കാണുന്നില്ല. ഇയാൾ പോകുന്ന സമയത്ത് പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുന്നതാണ്. നമുക്കൊരു ഫ്ലാഷ് ബാക്ക് മോഡിലൂടെയാണ് നമുക്ക് ഈ ഒരു നോവൽ പോകുന്നത്. ആ ഒരു സമയത്താണ് മിസ് കെൻഡൻ എന്ന് പറയുന്ന ഹൗസ് കീപ്പർ ഈ ഒരു ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. പക്ഷേ ജോലി തിരക്ക്, ജോലി എത്രത്തോളം പെർഫെക്റ്റ് ആക്കുക, ജോലി കഴിഞ്ഞു മതി എന്തും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ആണ് സ്റ്റീവൻസിനുള്ളത്. മിസ് കെൻഡൻ ഒരുപാട് ആളുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആസ്പെക്റ്റിനെ ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അടുത്തിരിക്കുന്ന സമയത്ത് പോലും ആളൊരു ഇമോഷൻസ് പുറത്ത് കാണിക്കാത്തത് കൊണ്ട് ഇയാളെ വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് വളരെ വേദനയോടെ തിരിച്ചറിഞ്ഞിട്ടാണ് മിസ് കെൻഡൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ബംഗ്ലാവിൽ പണ്ട് ഭരിച്ചിരുന്ന മാസ്റ്റർ എന്ന് പറയുന്നത് ലോർഡ് ഡാർലിങ്ടൺ ആണ്. ആ ബംഗ്ലാവിന്റെ പേര് തന്നെ ഡാർലിങ്ടൺ ഹാൾ എന്നാണ്. അപ്പോൾ ഡാർലിങ്ടൺ ഹാളിലെ ഓരോ സംഭവങ്ങളും നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. ഫുള്ളായിട്ട് കണ്ടന്റ് പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. ഒരു മസ്റ്റ് റീഡ് നോവലാണ്. ഇതിൽ വർക്ക് ചെയ്യാൻ വരുന്ന 2 ജൂയിഷ് പെൺകുട്ടികളുണ്ട്, റൂത്ത് ആൻഡ് സാറ. അപ്പോൾ അവരെ ലോർഡ് ഡാർലിങ്ടൺ പിരിച്ചു വിടുന്നുണ്ട്. അവർ ജൂസ് ആയതുകൊണ്ട് തന്നെ, ജൂതന്മാരായതുകൊണ്ട് തന്നെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലൊക്കെ എത്രത്തോളം ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർ സഫർ ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് GK ഒക്കെ മാത്രം അറിഞ്ഞു കിട്ടിയ ഓരോ നോളജ് നമുക്ക് ഒരു ബട്ട്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്നതിലൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോവലാണിത്. ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് നമ്മുടെ മിസ് കെൻഡനെ സ്റ്റീവൻസ് റോസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ് വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഡാർലിങ്ടൺ ഹാളിലേക്ക് തിരിച്ചു വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിനെയും മകളും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഭയങ്കര സ്നേഹമുള്ള ആളാണ്, നിങ്ങളെപ്പോലെ ഇമോഷൻസ് പുറത്ത് കാണിക്കാത്ത ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മകൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഫാമിലി ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞ്
അവൾ അവിടുന്ന് പോവാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റീവൻസിൻ്റെ തൊണ്ടയിടുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കോട്ടുണ്ട്, ഇൻഡീഡ് വൈ ഷുഡ് ഐ നോട്ട് അഡ്മിറ്റ് ഇറ്റ്, മൈ ഹാർട്ട് വാസ് ബ്രേക്കിംഗ്. അതായത് നമുക്ക് അവൻ്റെ ഒരു ഹൃദയം പൊട്ടുന്ന സൗണ്ട് നമുക്ക് ആ ഒരു നോവലിൽ വായിക്കുമ്പോൾ ആ ഫീല് കിട്ടും. പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ പണ്ടേ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് ജോബിൽ മാത്രം സ്ട്രെസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സമയത്തും അയാളുടെ ഒരു മനക്കെട്ടി നമ്മൾ നോക്കണം. ഭയങ്കര കാമായിട്ട് ഭയങ്കര ചിയർഫുൾ ആയിട്ടാണ് ആളത് കേൾക്കുന്നതെങ്കിലും അയാളുടെ ഉള്ളിലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോവലാണ്. ഈ ഒരു നോവലിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കാം നമുക്ക്, റിമൈൻസ് ഓഫ് ദ ഡേ. റിമൈൻസ് പറഞ്ഞാൽ ബാക്കിയാവുന്നത് എന്നുള്ളൊക്കെ ഒരു അർത്ഥമാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ അവസാനിക്കുന്നത്, ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനം എന്താണ്? ഈവനിങ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഈവനിങ്ങിൽ നമ്മുടെ എല്ലാവരുടെയും മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ പകലൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 2 കാലും നീർത്തി നമുക്ക് ആ ഒരു ദിവസം അനലൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിനെ നമുക്ക് ഒരാളുടെ ജീവിതമായിട്ട് എടുക്കാം. ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഒരു പ്രായാവുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു പ്രായമാവുന്ന സമയമാണ്. ഈ പ്രായമാവുന്ന സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാം നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മളിൽ എന്തൊക്കെ നമ്മൾ മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ. ഒരു കാലം നീട്ടിയിരുന്ന് നമുക്ക് വിശ്രമിക്കേണ്ട സമയമാണ്. പക്ഷെ ആ സമയത്ത് പോലും സ്റ്റീവൻസിന് ആരുമില്ല, സ്റ്റീവൻസിന് ഒന്നും കിട്ടുന്നില്ല. സ്റ്റീവൻസ് ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അയാൾക്ക് ആരുമില്ല. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ഇതിലൊരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓരോ നോവലിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. എത്ര ജോബിന് നമ്മൾ പെർഫെക്ഷൻ കൊടുത്താലും നമ്മുടെ ഫാമിലി, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ലൈഫ്, ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ സമാധാനം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ എന്നുള്ളൊരു മെസ്സേജും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് നോവൽ. ട്രൈ ടു റീഡ് ഇറ്റ്. താങ്ക് യു.